വർത്തമാനകാലത്ത് വ്യക്തികൾ അനുഭവിക്കുന്ന ആകുലതകൾക്ക് പരിഹാരം കാണാനാകില്ലെങ്കിലും അയവുണ്ടാക്കാൻ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് സാധ്യമാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇ.വി. ജയകൃഷ്ണൻ പറഞ്ഞു. സ്നേഹം പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ അതിനൊരു വിലയിടാൻ പറ്റില്ല. സാന്ത്വന വരുന്നതിന് ഒരിക്കലും നമ്മൾ എന്തെങ്കിലും തരത്തിൽ പ്രവർത്തന രീതിയിലോ സാമ്പത്തികമായോ മറ്റേതെങ്കിലും സാമൂഹിക പശ്ചാത്തലത്തിലോ ഒരു വിലയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനമാണ് അത് സ്വാതന്ത്ര്യ പരിചയത്തിന് മാത്രമേ ഉള്ളൂ എന്നാലും. ബാക്കി എല്ലാത്തിനും ചികിത്സയായാലും നമ്മൾ എന്തെങ്കിലും സ്നേഹവായ്പ നൽകുന്നതായാലും അങ്ങനെ എന്തായാലും അതിനൊക്കെ ഒരു തലമുണ്ട്. പക്ഷെ ഇതിന് എത്രമാത്രമാണ് ഇതിൻ്റെ ആഴം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഈ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടല്ലോ, അവരെ ഇങ്ങനെ എല്ലാം ഇനി എന്ത് എന്നൊരു ചോദ്യചിഹ്നവുമായി അവരവിടെ കടക്കാറ്. ഇനി ഒന്നുമില്ല. അവർക്ക് ഇനിയിപ്പം ലൈഫിൻ്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ സ്നേഹവായ്പ അവിടെ എത്തുന്നത്. അപ്പോൾ അത് എത്രമാത്രം അവരുടെ ഹൃദയത്തിലേക്ക് പതിയും എന്നുള്ളതുകൊണ്ടാണ് അതിന് വിലയിടാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടേഴ്സ് ഡേക്ക് ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരിമളത്തിലെ ഡോക്ടർ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അറിയില്ല. പാലിയേറ്റീവ് സെന്റർ ചെയർമാൻ കെ.പി. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി വി. മാധവൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. സി. കൃഷ്ണകുമാർ, സതി എരമം, ബാലൻ കുന്നുമ്മൽ, എ.എം. ജോർജ്, റഹ്മാൻ അമ്പലത്തറ, ഉപേന്ദ്രൻ, എൻ. അമ്പാടി, നാരായണൻ, രതീഷ് അമ്പലത്തറ, വേണുഗോപാൽ, ഗോപൻ, വർഷ, ഇന്ദു, നയന, പ്രസീത, കെ. സുമതി, പുഷ്പ എന്നിവർ സംസാരിച്ചു. പി. എസ്. സരിത സ്വാഗതവും സുരമ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.